സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു വിശ്വാസിയുടെ കുറിപ്പാണ്. ഞായറാഴ്ച മറ്റൂർ ദേവാലയ ഇടവക വികാരി വിശ്വാസികളെ പ്രകോപിപ്പിച്ച് വിശ്വാസികൾക്ക് നേരെ പാഞ്ഞെടുത്തതിനെ തടയുക മാത്രമാണ് ഉണ്ടായതെന്നും 4 മണിക്കുള്ള ഏകീകൃത കുർബാന വേണമെന്ന് ഇടവക ജനങ്ങൾ ആവശ്യപ്പെടുകയും മഞ്ഞളി അച്ഛൻ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാതെ കുർബാന ഇല്ലെന്ന് പറഞ്ഞ് ഇടവക ജനത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ഇടവക ജനത്തിൽ ഒരംഗത്തെ കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്തതാണ് പ്രശ്ന കാരണം. അച്ഛന് മാർപ്പാപ്പയെ പോലും ഭയമില്ലെന്നാണ് വിളിച്ചു പറഞ്ഞത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും യാതൊരു കുഴപ്പവും ഇല്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. നിരപരാധികളായ ഇടവക ജനങ്ങളുടെ പേരിൽ ഇടവക വികാരി പോലീസിൽ പരാതിയും നൽകി. ഇടവകയിൽ മുൻനിരയിൽ നിന്നും ശാന്തമായി പ്രതികരിക്കുന്ന പോൾ കുടിയിരിക്കൽ തുടങ്ങിയവരെ ബലിയാടുകളാക്കിക്കൊണ്ട് അവരെ നിശ്ചലമാക്കുവാൻ AMT-കാരുടെ സ്ഥിരം പതിവ് ശൈലിയിൽ ഇടവക ജനങ്ങളെ ദ്രോഹിക്കുവാൻ ഇടവക വികാരി AMT-യുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തെ ഇടവക ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൈകുന്നേരം AMT-കാരുടെ പ്രതിഷേധത്തിൽ 925 ഇടവക ജനങ്ങളുള്ള മറ്റൂർ ഇടവകയിലെ ഇടവകക്കാർ 20 പേരാണ് പങ്കെടുത്തത്. പോലീസ് നടപടികളുമായിട്ട് ഇടവക വികാരി മഞ്ഞളി പോകണമെന്ന് തന്നെയാണ് ഇടവക ജനം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കാരണം മഞ്ഞളിയുടെ വിദേശയാത്ര ഒഴിവായി കിട്ടുന്നതിന് അത് മാത്രമാണ് ഏക വഴി. AMT-കാരെ പോലെ ദുർബല സമരം ഇടവക ജനം ആഗ്രഹിക്കുന്നില്ല. ഇടവക ജനത്തെ ഇടവക ജനങ്ങൾ തന്നെ സംരക്ഷിച്ചുകൊള്ളും. ഇടവക ജനങ്ങളുടെ ശക്തമായ താക്കീതാണ് ഇനിയും ഇത്തരം പ്രകോപനങ്ങൾ ഇടവക വികാരിയിൽ നിന്നും ഉണ്ടായാൽ ശക്തമായി തന്നെ നേരിടുമെന്നാണ് വിശ്വാസി കൂട്ടായ്മ എറണാകുളം അങ്കമാലി അതിരൂപത സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. എന്നാൽ ഒരു പക്ഷവും പിടിച്ചു പറയുകയല്ല. ഒരു കാരണവശാലും തന്റെ അഭിക്ഷിപ്തനെ നേരിട്ട് തൊട്ടുപോകരുത് എന്ന വലിയ തിന്മയാണ് ഇപ്പോൾ വിശ്വാസികൾ ചെയ്തിരിക്കുന്നത്. പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഇത് തലമുറയെ നിത്യനാശത്തിലേക്ക് നയിക്കും. ഒരു വൈദികന്റെ മേൽ കൈവയ്ക്കാൻ വിശ്വാസികൾ ഒരിക്കലും തുനിയരുത്.